ISL 10ാം സീസണിൻ്റെ രണ്ടാം ഘട്ടം അടുത്ത മാസം ആദ്യത്തിൽ ആരംഭിക്കും. നിലവിൽ ISL ഷീൽഡ് പോരാട്ടത്തിൽ മുൻപന്തിയിലാണ് ബ്ലാസ്റ്റേഴ്സ്. 12 മത്സരങ്ങളിൽ 26 പോയിന്റുള്ള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതാണ്. പക്ഷേ 2 മത്സരങ്ങൾ കുറച്ചു കളിച്ച FC ഗോവ 24 പോയിന്റുമായി തൊട്ടു പിന്നിലുണ്ട്. ഒഡീഷ FC, മോഹൻ ബഗാൻ, മുംബൈ സിറ്റി എന്നിവരും ഷീൽഡ് പോരാട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വെല്ലുവിളി ഉയർത്തുന്ന ടീമുകളാണ്. ആദ്യഘട്ടത്തിൽ മികവ് തെളിയിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിനും പരിശീലകൻ ഇവാൻ വുക്കോമനോവിച്ചിനും സാധിച്ചെങ്കിലും രണ്ടാം ഘട്ടത്തിൽ കാര്യങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് എളുപ്പമല്ല. രണ്ടാം ഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സ് നേരിടേണ്ട പ്രധാനപ്പെട്ട 3 വെല്ലുവിളികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ വെല്ലുവിളി ലൂണിയുടെ അഭാവമാണ്. നായകൻ അഡ്രിയാൻ ലൂണിയുടെ അഭാവം ബ്ലാസ്റ്റേഴ്സിന് ഒരു തലവേദനയാണ്. ആദ്യഘട്ടത്തിലെ അവസാന കുറച്ച് മത്സരങ്ങൾ ലൂണിയില്ലാതെ ബ്ലാസ്റ്റേഴ്സ് കളിച്ചു വിജയിച്ചെങ്കിലും ഇനിയുള്ള നിർണായക മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ തലവേദന ലൂണിയും അദ്ദേഹത്തിൻ്റെ മത്സര പരിചയവും ഏത് നിമിഷവും കളി മാറ്റിമറിക്കാൻ കഴിയുന്ന കഴിവുമാണ്. പകരക്കാരനായി ഫെഡർ സെർണിച്ച് എന്ന താരം വന്നെങ്കിലും ലൂണിയുടെ അഭാവം താരം എത്രത്തോളം നികത്തുമെന്നതും കണ്ടറിയേണ്ടതുണ്ട്. രണ്ടാമത്തെ വെല്ലുവിളി ഹോം മത്സരങ്ങളുടെ കുറവാണ്. ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ കളിച്ച 12 മത്സരങ്ങളിൽ 7 എണ്ണവും ഹോം മത്സരങ്ങളായിരുന്നു. ഹോം തട്ടകത്തിലെ അനുകൂല തരംഗം മുതലെടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. എന്നാൽ ഇനി കാര്യങ്ങൾ അങ്ങനെയല്ല. ഇനി ബ്ലാസ്റ്റേഴ്സിന് കൊച്ചിയിൽ അവശേഷിക്കുന്നത് വെറും 4 മത്സരങ്ങൾ മാത്രമാണ്. ഇത് വലിയ വെല്ലുവിളിയാണ് ബ്ലാസ്റ്റേഴ്സിന്. മൂന്നാമത്തെ വെല്ലുവിളി ടീമുകളുടെ കരുത്താണ്. ആദ്യഘട്ടത്തിൽ ദുർബലരായ ടീമുകൾ പോലും രണ്ടാം ഘട്ടത്തിൽ പുതിയ താരങ്ങളെ ടീമിലെത്തിച്ച് കരുത്ത് വർദ്ധിപ്പിച്ചുവെന്നത് ബ്ലാസ്റ്റേഴ്സ് ഗൗരവമായി കാണേണ്ട കാര്യവുമാണ്. ആദ്യഘട്ടത്തിൽ ദുർബലരായി കണ്ടിരുന്ന ജംഷഡ്പൂർ ഇപ്പോൾ മികച്ച ഫോമിലാണ്. ഇത്തരത്തിൽ പല ടീമുകളും രണ്ടാം ഘട്ടത്തിൽ കരുത്ത് വർദ്ധിപ്പിച്ചത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നോട്ടുള്ള യാത്ര കഠിനമാക്കും.